നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ കയ്യില് പണമുണ്ടോ? എല്ലാവരും കൂടി സഹകരിച്ച് നമുക്ക് ഈ കല്യാണം നടത്തണം. കൊള്ളാം. കൂടപ്പറപ്പിന്റെ കല്യാണക്കാര്യമാണ്. അതിന് സഹകരിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മേ ഞാൻ. വീട്ടു ചെലവിനുള്ള വീതം കൂടി തന്നു കഴിയുമ്പോ എന്നെ കെട്ടിയിട്ടടിച്ചാ പോലും എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കമ്പനിയിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടാല് ജോലി നിർത്തി പോയിക്കൊള്ളാനാ പറയുന്നത്. ഈ അവസ്ഥയില് നിൽക്കുന്ന ഞാൻ എന്ത് സഹായിക്കാനാച്ചാ? ഹലോ, പറഞ്ഞോളൂ സാർ. ഇവിടെ റേഞ്ച് കുറവാണേ, ഒന്ന് മാറി. ഹലോ, ജോലിയും കൂലിയുള്ള ഏട്ടന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ കാര്യം എന്താന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അമ്മേ, എന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. അനുജത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. അച്ഛനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് എന്റെ ഭർത്താവെന്ന് പറയുന്ന കാലമാടനോട് പറഞ്ഞാലുണ്ടല്ലോ, അയാൾ ബെൽറ്റ് എടുത്ത് എന്നെ ഇടം വല അടിക്കും. ദുഷ്ടനയാള്, ദുഷ്ടൻ. എന്തിനാച്ച അങ്ങനെ ഒരാളുടെ കൂടെ എന്നെ കെട്ടിച്ചയച്ചത്? ഈശ്വര, എന്റെ ഈ അവസ്ഥ ഒരു പെണ്ണിനും വരാതെ നോക്കണം. സ്വന്തം കൂടപ്പിറപ്പിന്റെ കല്യാണത്തിന് പോലും സഹായിക്കാൻ പറ്റാത്ത ഒരു പാഴ് ജന്മമായി പോയല്ലോ ഭഗവാനെ. വേണ്ട ചേച്ചി, ചേച്ചി വിഷമിക്കരുത്. ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അച്ഛാ, എന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ അച്ഛൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ലായിരുന്നു. ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിച്ചേനെ. അച്ഛാ, കല്യാണത്തിന് എത്ര രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞാ മതി. ഞാനത് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട വേണ്ട മോളെ. മോളങ്ങനെ പറഞ്ഞതില് അച്ഛന് സന്തോഷമുണ്ട്. ചന്ദ്രിക എല്ലാവരും സഹകരിച്ച് വേണം കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് പണത്തിന് വേണ്ടിയല്ല. കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതിനിടയിൽ വീട്ടിലെ കാര്യങ്ങളും കല്യാണത്തിന്റെ കാര്യങ്ങളുമായി ധാരാളം ജോലികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കല്യാണം വരെ ലീവെടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി സഹകരിക്കണമെന്നാണ് ചന്ദ്രിക പറഞ്ഞത്. എല്ലാവരും കൂടെ നിന്ന് വന്ദനമുള്ള കല്യാണം നല്ല ഭംഗിയായി നടത്തിത്തരണം. അത് മാത്രം മതി. എന്തെങ്കിലും കുടുംബകാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോ അപ്പ വരും ഈ നശിച്ച ഫോൺ. എന്നാ അതിനനുസരിച്ച് ശമ്പളം തരുന്നുണ്ടോ? അതുമില്ല. കഷ്ടം. അയ്യോ, ഞാനങ്ങ് മറന്നു. പിള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. തിരക്കിനിടയില് പേഴ്സ് എടുക്കാൻ മറന്നു. ബസ് കൂലി തന്നിരുന്നെങ്കിൽ ഞാനങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.